ഉച്ചക്ക് കറി വെക്കാൻ ഒന്നുമില്ലേ പറഞ്ഞു. കറി വെക്കാൻ മാത്രല്ല ചെടി വെക്കാൻ ഒരു ചട്ടിയും കൂടെ മേടിച്ചിട്ടാട്ടോ ഇങ്ങോട്ട് പോകുന്നത്. ഈ ചെടി ഓർമ്മയുണ്ടോ? കുറച്ചാള് മുന്നേ നീതു തന്നൊരു ചെടിയാണ്. കണ്ടപ്പോ തൊട്ട് എന്റെ ചേട്ടൻ അത് ചട്ടിയിൽ ഭംഗിയൊക്കെയുള്ള ഒരു തിടുക്കത്തിലായിരുന്നു. അതില് സംഭവം പൊളിച്ചു കിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പോരാത്തേന് അത് ടേബിളിന്റെ മുകളിൽ വെക്കാനായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അലവലാതിത്തരങ്ങൾ മുഴുവൻ എടുത്ത് മാറ്റി. അവിടെ ഉണ്ടായിരുന്ന വയറിങ്ങുകളും ബോക്സും ഒക്കെ എടുത്തു നല്ല രീതിക്ക് തന്നെ അടിച്ചൊതുക്കി പരത്തി അവിടെ ഭംഗിയാക്കി വെച്ചു കിട്ടോ. ലാസ്റ്റ് അതിന്റെ കോലം ഇങ്ങനെയായിരുന്നു. അതിന്റെ ഇടയിൽ അച്ഛനും മോനും കൂടെ പറയുന്നുണ്ട് റംബൂട്ടാൻ മേടിച്ചിട്ടുണ്ട്, ഓടിപ്പോയി എടുത്തിട്ട് വായു. കുറച്ചേരം അതിന്റെ ഭംഗികളൊക്കെ നോക്കി പിന്നെ ഞാൻ അടുക്കളയിലത്തെ വിശേഷങ്ങൾ. ഉച്ചക്ക് ചിക്കനായിരുന്നു കേട്ടോ വയ്ക്കാൻ ഉദ്ദേശിക്കണം. ബിരിയാണി ഉണ്ടാക്കട്ടെ ഇതിന്റെ കൂടെ എന്ന് ചോദിച്ചപ്പോ വേണ്ടാന്നും പറഞ്ഞു. ബിരിയാണിയുടെ കാര്യം ചോദിച്ചത് രാവിലെ ആയിരുന്നേ. പക്ഷെ ചിക്കനൊക്കെ മേടിച്ചു വന്നപ്പോ ചേട്ടന്റെ തരം മാറി. പിന്നെ ബിരിയാണി എവിടെയെന്ന് വേഗം തന്നെ പറഞ്ഞു. ചോറ് രാവിലെ തന്നെ വെച്ചു, ചേട്ടൻ വേണ്ടാന്നല്ലേ പറഞ്ഞേ. അപ്പൊ പിന്നെ നമുക്ക് ചിക്കന്റെ പരിപാടിയിലേക്ക് കടക്കാന്ന് പറഞ്ഞു. നമ്മുടെ മൺചട്ടിയിലിരിക്കണത് നമുക്ക് ഫ്രൈ ചെയ്യാനും മറ്റത് കറി വെക്കാനാണേ. കൂടുതലുള്ളത് കറി വെക്കാനും കുറച്ചുള്ളത് ചെയ്യാനാണ്. 2-3 ദിവസമായിട്ട് നമ്മുടെ പയർ ചേട്ടൻ നമ്മളെ നോക്കി ഇങ്ങനെ ഇരിപ്പാണ്. അതിനൊന്ന് ഉപ്പേരി വെച്ച് കളയാ വിചാരിച്ചു. നമ്മുടെ ഉച്ചപരിപാടി തുടങ്ങുമ്പോ 1 മണിയായിട്ടുണ്ട് കേട്ടോ. ഈ കറി വെക്കാനുള്ള സംഭവങ്ങളിലേക്ക് കടക്കാം. അരിയാനും പിടിക്കാനും ഉള്ളത് കേട്ടോ. കണക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 2 സബോള എടുത്തുള്ളൂ. കുറച്ചുണ്ടായിരുന്നുള്ളൂ. ചിക്കൻ ഫ്രൈ ചെയ്യാനും കൂടി എടുത്തപ്പോൾ ഉള്ളതിന്ന് ക്വാണ്ടിറ്റി അത്രയും കുറഞ്ഞു. എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ സനേഷേട്ട ഓടിയോ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ വെച്ചോളാം, നീ എനിക്ക് ബാക്കിയുള്ളതൊക്കെ എടുത്ത് തന്നാൽ മതി. അടുക്കളയില് സൈഡിൽ തന്നെ ഒരു ടേബിൾ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് നന്നായി തോന്നി. കാരണം നീരവന് അവിടെ വന്നിരുന്ന് അവന്റെ കാര്യങ്ങൾ ചെയ്യണം. അവിടെ ഇരുന്ന് നല്ലപോലെ നാരങ്ങ വെള്ളം പിഴിയായിരുന്നു. അതിൽ പഞ്ചസാര കലിയണ നേരം കൊണ്ട് അവ ഇവിടെ വന്ന് കിടന്നു. അപ്പൊ ഞാനത് അവന്റെ കുപ്പിയിലാക്കി അവനെ കൊണ്ട് കൊടുത്തു. ചേട്ടാ ഇവിടെ വന്നിട്ടും ചെറിയ രീതിക്ക് അറേഞ്ച്മെന്റ് ചെയ്തു കേട്ടോ. സ്റ്റവും സാധനങ്ങളും ഒക്കെ എടുത്ത് പൊസിഷൻ മാറ്റി ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി. ഈ ഒരു ബോധം മാത്രം എനിക്ക് മുന്നേ എന്തുകൊണ്ട് വന്നില്ല. ബാക്കി എല്ലാ സാധനങ്ങളും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. ഞാൻ എന്തുകൊണ്ട് ഇത് മാറ്റി വെച്ചില്ല. അതിന്റെ മറ്റതും മറിച്ചതൊക്കെ എടുത്ത് അതിന്റെ മൂളിക്ക് കയറ്റി വെച്ചു. ചൂട് വിളമ്പണതിന്റെ ഇടയിലാണ് കേട്ടോ നീരവ് വന്ന് അച്ഛനെ അന്വേഷിക്കണത്. സനേഷ് ചേട്ടൻ യൂട്യൂബ് ചാനലിലേക്കുള്ള പുതിയ കണ്ടന്റ് അന്വേഷിച്ച് നടക്കലാണേ. മഴയാണ് ഇപ്പോഴത്തെ കണ്ടന്റ്. ഇടയിൽ ഞാൻ നമ്മുടെ പുതിയ ഡബിൾ ഹോഴ്സിന്റെ ഈന്തപ്പഴ അച്ചാർ കാണിച്ചു. അടിപൊളിയാണ്. അച്ചാർ ഇഷ്ടപ്പെടണവർ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.